ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു വ്യൂസ് വിത്ത് ABK. ഇന്നലെയാണ് കേട്ടോ കൂലി കാണാൻ പറ്റിയത്. വളരെ വളരെ പ്രതീക്ഷയോടിരുന്ന് അവസാനം ഇവിടെ ടിക്കറ്റൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കിട്ടാൻ. അപ്പോൾ അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി, മൂവി കണ്ടു. അപ്പോൾ ഓൾറെഡി ലൊക്കേഷൻ്റെ മൂവിയാണ്, സോ LCയുടെ ഒരു പാർട്ടായിട്ട് വരുന്ന മൂവിയാണെന്നൊക്കെ കേട്ട് ഒരുപാട് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ പോയി കണ്ട മൂവിയാണ്. വമ്പൻ താരനിരവായിട്ടാണ് വന്നത്. ഓൾറെഡി എല്ലാവർക്കും അറിയാം രജനീകാന്ത് ലോകേഷ് കൂട്ടുകെട്ടിലെ ആദ്യത്തെ മൂവി. തെലുങ്കിൽ നിന്ന് നാഗാർജുന, പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്ന് സൗബിന്, ഉപേന്ദ്ര കന്നഡയിൽ നിന്ന്, പിന്നെ ക്യാമിയോ റോളിൽ നണ്ണ അമീർ ഖാൻ. സോ ഈ വലിയ താരനിരയായിട്ടാണ് ഈ മൂവി വന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പ്രത്യേകിച്ച് ലോകേഷ് കനകരാജ്, ഞാൻ ഡയറക്ടറെയാണ് മോർ ദാൻ ഈ ഒരു ആക്ടേഴ്സിൽ, അല്ലെങ്കിൽ ആക്ടേഴ്സിന് ഉപരി അവരെയാണ് ട്രസ്റ്റ് ചെയ്യുന്നത്, ലൊക്കേഷനെ. അപ്പോൾ ആ ഒരു മൂവി ആ ഒരു ലെവലിലായിരിക്കണം. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് ഒരു ആവറേജ് മൂവി, അതിനപ്പുറത്തേക്ക് ഇതൊന്നും പറയാനില്ല. ഇൻഫാക്ട് നമ്മൾ അനിരുദ്ധിൻ്റെ മ്യൂസിക് എടുത്ത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ദർ ഈസ് നത്തിങ് ദർ. കാരണം ഫസ്റ്റ് ഹാഫ് രജനീകാന്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇപ്പം എനിക്ക് തോന്നിയ കുറച്ച് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് അനിരുദ്ധിൻ്റെ മ്യൂസിക്, ഇതില്ലെന്നുണ്ടെങ്കിൽ മൂവി വേറൊരു ഡപ്പ മൂവി ഫോർ ഷോർ. അനിരുദ്ധിൻ്റെ മ്യൂസിക്, പിന്നെ ഉള്ള ചില റോൾസൊക്കെ, ചില ട്വിസ്റ്റ് ഇതിനകത്തുണ്ടായിരുന്നു. അത് സൗബിൻ്റെ ക്യാരക്ടർ, ആ ഒരു റോളിനുള്ള ഇമ്പോർട്ടൻസ്, പിന്നെ സൗബിൻ്റെ വൈഫിന് ആ റോളിലുള്ള ഒരു ഇമ്പോർട്ടൻസ്, കുറച്ച് ട്വിസ്റ്റ്, അതൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ തന്നെ അത് കാണുക. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സ്റ്റൈലിഷ് ആയിരുന്നു നാഗാർജുന. അവൻ്റെ പുള്ളിയുടെ ഒരു ഏജ് ഒക്കെ നമുക്ക് അറിയാമല്ലോ, പക്ഷേ അടിപൊളിയായിരുന്നു. നാഗാർജുന നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഫാക്ടറാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഓൾറെഡി മോണിക്ക എന്നുള്ള സോങ് ഭയങ്കര ഹിറ്റായിരുന്നു. പൂജ ഹെഡ്ജ് ഒരു സോങ് സീനിൽ വരുന്നുണ്ട്, നല്ല സോങ് ആയിരുന്നു. നല്ല എന്താ പറയുക, ഒരു എൻ്റർടൈനർ മൂഡ് ഇത് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊന്നും, ഒരു ലോകേഷ് കനകരാജ് LCU മൂവി എനിക്ക് പ്രത്യേകിച്ചൊന്നും സമ്മാനിച്ചില്ല. എന്താണ് പാളിപ്പോയത്? ഇത് മൂവി ഓൾറെഡി തന്നെ ഒരു ക്ലോസ് ടു 3 hours ആണ്. ഫസ്റ്റ് ഹാഫ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങ് ലാഗ, പിന്നെ അവിടെ ഇവിടെ പുട്ടിന് പേരിടുന്ന പോലെ കുറച്ച് വെടി, കുത്ത്, പൊഹ, കുറച്ച് ചോര, ഇതൊക്കെ തന്നെ പരിപാടി. ചുമ്മാ എന്നിട്ട് നോട്ടം അത് ഇതൊക്കെ വെച്ച് കുറേ സ്റ്റൈലൊക്കെ കാണിക്കും. ഒരു നിങ്ങൾക്ക് നോക്കുന്നതിലും മ്യൂസിക് ഒക്കെ ഇടുന്നതിലും ഒരു പരിധിയുണ്ട്. ഇത് സ്റ്റോറി ഇല്ലാന്നുണ്ടെങ്കിൽ ഇനിയും എന്നാ സ്റ്റൈൽ കാണിച്ചിട്ട് കൈ പൊക്കിയിട്ടോ അല്ലെങ്കിൽ പൂർത്തിയൊന്നും കാണിച്ചിട്ട് കാര്യമില്ല. അതൊന്നാമത്തേത്. സ്റ്റോറി ഇല്ല, തീരെ ഇല്ല ഇതിൽ. രണ്ടാമത്തേത്, ഒരു ആക്ഷൻ എന്ന് പറയുമ്പോൾ ലോകേഷ് കനകരാജിൻ്റെ മൂവിയിൽ നമ്മളൊരു ആക്ഷൻ ഒരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്കങ്ങനെ ഈ മൂവിയിൽ ഒരു ആക്ഷൻ സീൻ പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് തരുന്നതായിട്ട് അല്ലെങ്കിൽ കൊള്ളാം എന്ന് തോന്നിയതേ ഇല്ല. കാരണം മറ്റുള്ള മൂവീസിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു ആവറേജ് അല്ലെങ്കിൽ അതിന് താഴെ പോയി. അപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആണ് ലൊക്കേഷൻ മൂവിയിൽ. അതാണിത് തോന്നിയത്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചില ലോജിക്കുകൾ പ്രശ്നങ്ങളായിട്ട് എനിക്ക് തോന്നി. ഇതിലൊരു ട്വിസ്റ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ഇടയ്ക്ക് ഒരു അവസാനം ഒരു സാധനം കൊണ്ട് ഇടുന്നുണ്ട്. ഇങ്ങനെ ഒരു സെക്കൻഡ് ഹാഫ് അങ്ങ് തീരാറാകുമ്പോഴേക്കൊന്നും ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഞാൻ പറയുന്നില്ല, പക്ഷേ ഒരു എന്താ പറയുന്നത്, ഇതങ്ങനെ നമുക്കത് കാണുമ്പോൾ അത് വലിയ ലോജിക്ക്, അതായത് ശ്രുതിഹാസൻ്റെ അച്ഛനാര് ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. അത് ഇച്ചിരൂടെ ഒരു ഇമോഷണൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. പക്ഷേ ഇത് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ടക്കുന്ന് തന്നെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് വലിയ ചിന്തകളുടെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരു 30 വർഷമായിട്ട് ഓഫ്ലൈനിൽ പോയിരുന്ന ഒരാൾ, ശ്രുതിഹാസൻ അതിനകത്ത് ഏജ് പറയുന്നുണ്ട്, ബാക്കി 2 സഹോദരങ്ങളാണ് അതിനേക്കാൾ ചെറുതാണ്. സോ ഇത് വലിയ ആന കണ്ടുപിടുത്തമൊന്നും നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നാഗാർജുനയുടെ മകൻ എന്നുള്ള റോളിൽ വരുന്ന ഒരു പയ്യനുണ്ട്. അത് ഇച്ചിരി കുറച്ചുകൂടെ ഏജിലുള്ള ഒരാളാണ്. ഇപ്പം നമുക്ക് തോന്നും, ഒരു സ്യൂട്ടബിൾ അല്ല പുള്ളിയുടെ ഒരു ഫേസോ അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മകൻ എന്നുള്ള രീതിയിൽ വരുന്നത്. കാരണം പുള്ളി ഇതിൻ്റെ അകത്ത് അടിപൊളി ലുക്കും, നമുക്ക് മകൻ്റെ ഒരു റോളിൽ സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല ഒരു കാസ്റ്റിംഗ്. അപ്പോൾ കാസ്റ്റിംഗിൽ ചിലതൊക്കെ അവിടെ ഇവിടെയൊക്കെ പ്രശ്നമുണ്ട്. പിന്നെ ചില ലോജിക്കൽ കാര്യങ്ങളൊക്കെ, കാരണം ലൊക്കേഷൻ്റെ മൂവി നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. സോ അങ്ങനെ സ്റ്റോറിയും പ്രത്യേകിച്ച് ഒരു ഫ്ലോ ഇല്ല, ഒരു ഹൈക്ക് ഇല്ലാതെ അങ്ങോട്ട് പോവുകയാണ് ഒറ്റ ഇതിൽ. ഏറ്റവും നല്ല റോൾ ഞാൻ പറഞ്ഞത് സൗബിനും പിന്നെ സൗബിൻ്റെ വൈഫിനും ഉള്ള റോളാണ്. ട്വിസ്റ്റ് ഒക്കെ ഉള്ളത് ഏറ്റവും നല്ലൊരു റോളായിട്ട് തോന്നിയത്. പിന്നെ അമീർ ഖാൻ വെറുതെ മെക്സിക്കോയിൽ നിന്ന് ഒരു ബീഡി വലിച്ചിട്ട് പോകാൻ വന്ന ഒരു റോളിൽ പോലെ ആയിപ്പോയി അമീർ ഖാൻ. മെക്സിക്കോയിൽ നിന്ന് കോടികൾ കണക്കിന് മുടക്കി വരിക, ഇവിടെ വന്നൊരു ബീഡി വലിക്കുക, പോവുക. ഇത് തന്നെ, അതായത് വെട്ടാൻ വേണ്ടി പുള്ളിയെ കൊല്ലാൻ വേണ്ടി വരുന്നു. അവസാനം അമീർ ഖാൻ ഇന്ന ആളല്ലേ എന്ന് പറഞ്ഞ് രജനീകാന്തിനെ വെറുതെ ഇടുമ്പോൾ രജനീകാന്ത് അവിടെ നിന്ന് മുട്ടൻ ഡയലോഗ് ഇടും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ മനസ്സിന് ഒരു മാതിരി ചൊറിഞ്ഞു കയറും. ഇതൊക്കെ ആണ് ബേസിക്കലി. സോ അതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, മ്യൂസിക് കൊള്ളാം, ഒരു സൗബിൻ്റെ ഒക്കെ റോളും കൊള്ളാം, അത് തന്നെ. ഇതല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇത്. സോ തിയേറ്ററിൽ പോയി കുറച്ച് മോണിക്ക എന്നൊക്കെ ഉള്ള പാട്ടുമൊക്കെ കേട്ട് ഒന്ന് ലീഷർ ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ഗോ. ബട്ട് ഒരു ആവറേജ് മൂവിയാണ്.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ആൻഡ് ഒരു പ്രൊമോഷൻ ഉണ്ട്. സോ ഐ വാണ്ട് ടു സേ ദോസ് ഹു ലവ് ടു റീഡ് ബുക്സ്, ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്, ഇന്ത്യയിലായാലും എവിടെ ആയാലും. സോ സബ്സ്ക്രൈബ് ക്വിൻച്ച് ദ തേഴ്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഫാൻറ്റസി ജോണറിൽ വരുന്ന ഒരു ബുക്കാണ്. സോ ഒരു ന്യൂ ഓത്തറാണ് ലിവ മയാട്ട്. എനിക്ക് വളരെ പ്രോമിസിംഗ് ആയിട്ട് തോന്നി. സോ ദോസ് ഹു ലവ് ടു റീഡ് ബുക്സ് ഗോ ആൻഡ് റീഡ്. ആൻഡ് അതേ സെയിം ഓതറുടെ തന്നെ ഒരു സെക്കൻഡ് ബുക്കാണ് വൺ വെർജിൻ സ്മൈൽ എന്ന് പറഞ്ഞിട്ട്. സോ ഇതും ഒരു കണ്ടംപററി ലവ് സ്റ്റോറിയാണ്. Those who love to read again, buy it and read it. It will be worth, and leave your review. That's really important. Thank you so much for watching. Take care.